അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല ബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ അവതരിപ്പിക്കുന്നത് സൂറത്തുൽ ജിന്നിലെ 23-ാമത്തെ ആയത്ത് മുതൽ ബാക്കിയുള്ളതിൻ്റെ അർത്ഥവും ആശയവുമാണ്. നേരെ വീഡിയോയിലേക്ക് പോകുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇല്ലാ ബലാഗൻ മിനല്ലാഹി വരിസാലാതിഹി വമൻ യഅസില്ലാഹ വറസൂലഹു ഫഇന്ന ലഹു നാറ ജഹന്നം ഖാലിദീന ഫീഹാ അബദാ. ഇല്ലാ ബലാഅൻ മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്ന് ഉള്ള ദൗത്യം നിർവഹിക്കുകയല്ലാതെ, വരിസാലാത്തി അവൻ്റെ സന്ദേശങ്ങൾ എത്തിക്കുകയുമല്ലാതെ, വമൻ യഅസില്ലാഹ വറസൂലഹു, അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും ആരെങ്കിലും ധിക്കരിച്ചാൽ, ഫഇന്ന ലഹു നാറ ജഹന്നം, നിശ്ചയം അവന് നരകാഗ്നിയാണുള്ളത്. ഖാലിദീന ഫീഹാ, അതിലവൻ അബദാ, അവൻ അതിൽ ശാശ്വതമായി താമസിക്കുന്നവനായിരിക്കും. ഇല്ലാ ബലാഅൻ മിനല്ലാഹി വരിസാലാതിഹി വമൻ യഅസില്ലാഹ വറസൂലഹു ഫഇന്ന ലഹു നാറ ജഹന്നം ഖാലിദീന ഫീഹാ അബദാ. അള്ളാഹുവിങ്കൽ നിന്നുള്ള സന്ദേശം എത്തിക്കുകയും അവൻ്റെ ദൗത്യം നിർവഹിക്കുകയുമല്ലാതെ മറ്റൊന്നും എൻ്റെ അധീനതയിലില്ല എന്ന് കൂടി അവിടെ കൂട്ടി വായിക്കാം നമുക്ക്. കാരണം മുന്നത്തെ ആയത്തുമായിട്ട് ലിങ്ക് ചെയ്യുമ്പോൾ, ഇപ്പം നേരെ ആയത്തിൻ്റെ അർത്ഥം മാത്രം പറയുകയാണെങ്കിൽ, അള്ളാഹുവിങ്കൽ നിന്നുള്ള സന്ദേശം എത്തിക്കുകയും അവൻ്റെ ദൗത്യം നിർവഹിക്കുകയുമല്ലാതെ ആരെങ്കിലും അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും ധിക്കരിക്കുകയാണെങ്കിൽ തീർച്ചയായും അവന് നരകാഗ്നി ഉണ്ടായിരിക്കും. അതിൽ എന്നെന്നും താമസിക്കുന്നവരായിരിക്കും അവർ. ഹത്താ ഇദാ റഅൗ മാ യുഅദൂന ഫസയഅലമൂന മൻ അൽഗഫു നാസിറ വഅകല്ലു അദദാ. ഹത്താ ഇദാ റഅൗ മാ യുഅദൂൻ, അങ്ങനെ തങ്ങളോട് താക്കീത് ചെയ്യപ്പെടുന്ന ഒന്നിനെ അവർ കണ്ടാൽ, വസയഅലമൂന, അപ്പോൾ അവരറിയും, മൻ അൽഗഫു നാസിറ, ആരാണ് സഹായിക്കുന്നതിൽ ഏറ്റവും ബലഹീനൻ, വഅകല്ലു അദദ, എണ്ണത്തിൽ ഏറ്റവും കുറഞ്ഞവൻ. ഹത്താ ഇദാ റഅൗ മാ യുഅദൂന ഫസയഅലമൂന മൻ അൽഗഫു നാസിറ വഅകല്ലു അദദ, അങ്ങനെ തങ്ങളോട് താക്കീത് ചെയ്യപ്പെടുന്ന കാര്യം അവർ കണ്ടാൽ ആരുടെ സഹായികളാണ് ഏറ്റവും ബലഹീനരും എണ്ണത്തിൽ ഏറ്റവും കുറഞ്ഞവരുമെന്നെല്ലാം അവർ മനസ്സിലാക്കിക്കോളും. ഖുൽ ഇൻ അദ്രീ അഖരീബും മാ തുഅദൂന അം യജ്അലു ലഹു റബ്ബി അമദാ. ഖുൽ നബിയെ, തങ്ങൾ പറയുക, ഇൻ അദ്രീ, ഇൻ അദ്രീ, എനിക്കറിഞ്ഞുകൂടാ. അഖരീബും മാ തുഅദൂന, അവർ വാഗ്ദാനം ചെയ്യപ്പെടുന്ന ആ ദിവസം അല്ലെങ്കിൽ ആ സമയം, ആ കാര്യം അടുത്ത് തന്നെ ഉണ്ടാകുമോ എന്നെനിക്കറിഞ്ഞുകൂടാ. അം യജ്അലു ലഹു റബ്ബി, അല്ലെങ്കിൽ ആ കാര്യത്തിന് എൻ്റെ റബ്ബ് വെച്ചിട്ടുണ്ടോ എന്നും എനിക്കറിഞ്ഞുകൂടാ. അമദൻ, എന്തെങ്കിലും അവധി വെച്ചിട്ടുണ്ടോ എന്നും എനിക്കറിഞ്ഞുകൂടാ. ഖുൽ ഇൻ അദ്രീ അഖരീബും മാ തുഅദൂന അം യജ്അലു ലഹു റബ്ബി അമദാ. നബിയെ, തങ്ങൾ പറയുക, നിങ്ങളോട് താക്കീത് ചെയ്യപ്പെടുന്ന കാര്യം അടുത്ത് തന്നെ ഉണ്ടാകുന്നതാണോ, അതോ എൻ്റെ റബ്ബ് അതിന് വല്ല കാലാവധിയും വെച്ചിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ. ആലിമുൽ ഗൈബി ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദാ. ആലിമുൽ ഗൈബ്, അവൻ അദൃശ്യ കാര്യങ്ങൾ അറിയുന്നവൻ. ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി, അവൻ്റെ
ഫലാ യുദ്ഹിറു വെളിവാകുകയില്ല അലാ ഗൈബിഹി അഹദ അവൻ അദൃശ്യമാക്കി വെച്ച കാര്യങ്ങൾ ഒരാളുടെ മേലും വെളിവാവുകയില്ല. ആലിമുൽ ഗൈബി ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദ അവൻ അദൃശ്യ കാര്യങ്ങൾ അറിയുന്നവനാകുന്നു, എന്നാൽ തൻ്റെ അദൃശ്യ കാര്യങ്ങൾ അവൻ ഒരാൾക്കും വെളിപ്പെടുത്തി കൊടുക്കുകയുമില്ല. ഇല്ലാമൻ ഇർത്തളാ മിർ റസൂൽ ഫഇന്നഹു യസ്ലുകു മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി റസദാ. ഇല്ലാമൻ ഇർത്തളാ മിർ റസൂൽ അവൻ ഇഷ്ടപ്പെട്ട റസൂലിനല്ലാതെ, ഫഇന്നഹു യസ്ലുകു നിശ്ചയം അള്ളാഹു ഏർപ്പെടുത്തും, മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി ആ റസൂലിൻ്റെ മുന്നിലും പിന്നിലും റസദൻ പാറാവുകാരെ ഏർപ്പെടുത്തും. ഇല്ലാമൻ ഇർത്തളാ മിർ റസൂൽ ഫഇന്നഹു യസ്ലുകു മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി റസദാ അവൻ ഇഷ്ടപ്പെട്ട റസൂലിനല്ലാതെ, അപ്പോൾ തീർച്ചയായും അള്ളാഹു ആ റസൂലിൻ്റെ മുമ്പിലും പിമ്പിലും പാറാവുകാരെ ഏർപ്പെടുത്തുക തന്നെ ചെയ്യും. ലിയഅ്ലമ അൻ ഖദ് അബ്ലഗൂ റിസാലാത്തി റബ്ബിഹിം ഫഅഹാത ബിമാ ലദൈഹിം വഅഹ്സാ കുല്ല ശൈഇൻ അദദാ. ലിയഅ്ലമ അൻ ഖദ് അബ്ലഗൂ റിസാലാത്തി റബ്ബിഹിം തങ്ങളുടെ റബ്ബിൻ്റെ സന്ദേശം എത്തിച്ചു കൊടുത്തിരിക്കുന്നു എന്ന് വ്യക്തമായി അറിയാൻ വേണ്ടിയാണത്. അഹാത്ത ബിമാ ലദൈഹിം അഹാത്ത അള്ളാഹു എണ്ണിക്കണക്കാക്കി ബിമാ ലദൈഹിം അവരുടെ പക്കലുള്ളത്, വഅഹ്സാ കുല്ല ശൈഇൻ അദദ അവരുടെ പക്കലുള്ളത് അള്ളാഹു പൂർണ്ണമായി അറിയുന്നു, അവൻ എല്ലാ വസ്തുക്കളുടെയും എണ്ണം കണക്കാക്കുകയും ചെയ്തിരിക്കുന്നു. ഈ ആയത്തിൻ്റെ മൊത്തത്തിലുള്ള അർത്ഥം ഇങ്ങനെയാണ് വരുന്നത്. ലിയഅ്ലമ അൻ ഖദ് അബ്ലഗൂ റിസാലാത്തി റബ്ബിഹിം വഅഹാത ബിമാ ലദൈഹിം വഅഹ്സാ കുല്ല ശൈഇൻ അദദാ അവർ തങ്ങളുടെ നാഥൻ്റെ ദൗത്യങ്ങൾ എത്തിച്ചു കൊടുത്തിരിക്കുന്നു എന്ന് വ്യക്തമായി അറിയാൻ വേണ്ടിയാണത് അള്ളാഹു റസൂലിൻ്റെ ചുറ്റിലും പാറാവ് ഏർപ്പെടുത്തിയെന്ന് പറഞ്ഞത്. അവരുടെ പക്കലുള്ളത് അള്ളാഹു പൂർണ്ണമായി അറിയുന്നു, അവൻ എല്ലാ വസ്തുക്കളുടെയും എണ്ണം കണക്കാക്കുകയും ചെയ്തിരിക്കുന്നു. ഇതോടുകൂടി സൂറത്തുൽ ജിന്ന് എന്ന അധ്യായം പൂർത്തിയാവുകയാണ്. ഇൻഷാ അല്ലാഹ് മറ്റൊരു അധ്യായവുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിന്നെ എല്ലാവരോടും മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഉസ്താദുമാരായാലും വിദേശത്തുള്ളവരായാലും അതുപോലെ നാട്ടിൽ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർ വല്ലവരുമുണ്ടെങ്കിൽ നമ്മുടെ പുതിയൊരു പ്രൊജക്റ്റ് ഉണ്ട്. സാൽപാക്ക് ട്രേഡ് ലിങ്ക് എന്ന പേരിൽ ഓർഗാനിക് ചായപ്പൊടി വിൽപ്പന, അതിൻ്റെ മാർക്കറ്റിംഗ് ആണ് ഞങ്ങൾ ടീം വർക്കായി ചെയ്യുന്നത്. 1000 രൂപ വീതം മിനിമം മുതൽ മുടക്കുന്നവർക്ക് അതിൽ പങ്കാളികളാകാം. അതിന് ഒരുപാട് ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പദ്ധതിയാണ്. മാസം എന്തായാലും ഒരു സുരക്ഷിതമായ ഒരു വരുമാനം ഉറപ്പുവരുത്താൻ കഴിയുന്നതാണ്. എല്ലാവർക്കും സഹകരിക്കാം. തികച്ചും ഹലാലായ രീതിയിൽ തന്നെ മതവിശ്വാസവും ബിസിനസ്സിൻ്റെ സത്യസന്ധതയും ഉൾക്കൊണ്ടുകൊണ്ട് നടത്തുന്ന സംരംഭമാണ്. ആരുടെയും മുടക്ക് മുതലോ മറ്റൊന്നും അന്യായമായിട്ട് നഷ്ടപ്പെട്ടു പോവില്ല എന്ന് മാത്രമല്ല, എല്ലാത്തിനും ഉത്തരവാദിത്വവും ഗ്യാരണ്ടി ഉള്ളതോടൊപ്പം തന്നെ എല്ലാവർക്കും ശുദ്ധമായ ചായ കുടിക്കാനും അവസരം കിട്ടും. കാരണം നമുക്കറിയാം, ചായപ്പൊടി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലാഭകരമായിട്ടുള്ളൊരു ബിസിനസ്സാണ്. എല്ലാവരും പലരും ഏറ്റെടുക്കുന്നുണ്ട്.
അപ്പോൾ ഈ ഓർഗാനിക് ചായപ്പൊടി എന്ന് പറയുമ്പോൾ കെമിക്കലും മായമൊന്നും ചേരാത്ത ഒരു ചായപ്പൊടിയുമായിട്ട് ബന്ധപ്പെട്ട സംരംഭമാണ്. സ്ക്രീനിലെ നമ്പറിൽ ബന്ധപ്പെട്ട് എല്ലാവർക്കും അതുമായി കോർഡിനേറ്റ് ചെയ്യാവുന്നതാണ്.